നമസ്കാരം ഗൈസ്, എല്ലാവർക്കും നമ്മുടെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ നമ്മൾ ഇന്ന് ഇവിടെ ഉള്ളത് ജ്യോതി ചൗക്കിലാണ്, ജലന്ധറിലെ. അപ്പോൾ എന്തിനാ ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഷോപ്പിങ്ങിന് തന്നെയാണ്. നമുക്ക് ഏറ്റവും അടുത്ത് ഷോപ്പ് ചെയ്യാൻ പറ്റിയൊരു ചൗക്ക് എന്ന് പറഞ്ഞാൽ ജ്യോതി ചൗക്കാണ്. നല്ല വിലക്കുറവാണ് സാധനങ്ങൾക്ക്, മെയിൻലി ഡ്രസ്സുകൾക്ക്. അതും പെൺപിള്ളേരുടെ ഡ്രസ്സുകൾക്ക് ഇവിടെ ഭയങ്കര വിലക്കുറവാണ്. ആൺപിള്ളേർക്കും കിട്ടും, എന്നാലും അത് കുറച്ചും കൂടെ. അതിപ്പോൾ നമ്മുടെ ഈ ബ്രാൻഡഡ് സാധനങ്ങളൊക്കെ, യൂസ്ഡ് സാധനങ്ങളൊക്കെ ലഭിക്കും. അതൊക്കെ അത്യാവശ്യം വൃത്തിയുള്ളതായിരിക്കും. വെറും 100 രൂപ 200 രൂപ ഈ ഒരു റേഞ്ചിൽ 50 രൂപയ്ക്കൊക്കെ വരെ നമുക്ക് ഇവിടുന്ന് ഡ്രസ്സ് കിട്ടും. ഇപ്പോൾ ഡൽഹിയിലൊക്കെ പോലെയുള്ള അവർക്ക് തന്നെ ഇവിടെ നമുക്ക് ജലന്ധറിലും അങ്ങനൊരു ഏരിയ ഉണ്ട്, അല്ലെങ്കിൽ അങ്ങനെ ഒരു ചൗക്കുണ്ട്. കുറേ ചൗക്കുകളുണ്ട്. അതിൽ ഒരെണ്ണം ജ്യോതി ചൗക്കാണ്, ഏറ്റവും തിരക്കുള്ളതും അതേപോലെ തന്നെ എല്ലാവരും വരുന്നതുമായിട്ടുള്ളൊരു സ്ഥലം എന്ന് പറഞ്ഞാൽ ഷോപ്പിങ്ങിന് ജ്യോതി ചൗക്ക് തന്നെയാണ്. അതും സൺഡേ മാർക്കറ്റ് ഇവിടുത്തെ ഒരു മെയിൻ സംഭവമാണ്. അല്ലെങ്കിൽ ഇവിടെ എല്ലാവരും സൺഡേയിൽ ഇവിടെ ഉണ്ടാവും. അതാണൊക്കെ തന്നെ കച്ചവടക്കാരും ഉണ്ടാവും. അപ്പോൾ നിങ്ങൾ വരികയാണെങ്കിൽ സൺഡേ നോക്കി വരിക. അതും കുറച്ച് രാവിലെ വരിക. ഇപ്പോൾ ഞാൻ ഇറങ്ങിയപ്പോൾ ഏകദേശം 5 മണി കഴിഞ്ഞിട്ടുണ്ട്, 5:30 ആയിട്ടുണ്ട്. അപ്പോൾ രാവിലെ വന്നു കഴിഞ്ഞാലാണ് ഇവിടെ മാക്സിമം തിരക്ക് നമുക്ക് കാണാൻ പറ്റും. അത് കണക്ക് തന്നെ മാക്സിമം ആൾക്കാരും സെയിലും എല്ലാം നടക്കുന്നത് രാവിലെ സൺഡേ മാർക്കറ്റിലാണ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ ഞായറാഴ്ച വരാനായിട്ട് നോക്കുക. ഈ സാധനം ഉണ്ടല്ലോ, അന്യ ടേസ്റ്റാണ് ഇവിടെ. ഇത് സംഭവം ബദാം ഷേക്കാണ്. നമ്മൾ ഈ പുറത്തുനിന്ന് കമ്പനി സാധനം മേടിച്ച് കൊടുക്കുന്ന ടേസ്റ്റ് അല്ല, നല്ല വ്യത്യാസമുണ്ട് ഈ സാധനവും കമ്പനി സാധനത്തിന്. ഇതാണ് ബെറ്റർ ടേസ്റ്റ്. ഇതിപ്പോൾ 50 രൂപയാണ് പുള്ളി വാങ്ങിക്കുന്നത്. നമ്മൾ വരുന്ന സമയത്ത് ഇവിടെ 40 രൂപ ഉണ്ടായിരുന്നുള്ളൂ. ഭയങ്കര കച്ചവടമാണ്. പുള്ളിയുടെ എപ്പിക് സാധനം, അല്ലെങ്കിൽ പുള്ളിയുടെ ഒരു മാസ്റ്റർ പീസ് സാധനമാണിത്. അതുപോലെ തന്നെ കുൽഫിയൊക്കെ കിട്ടും. പക്ഷേ നിങ്ങളിവിടെ വരുവാണെങ്കിൽ ഇതൊന്ന് ട്രൈ ചെയ്യാണ്ട് പോകരുത് ഉള്ളിലേക്ക്. നമ്മളിവിടെയാണ് ജ്യോതി ചൗക്ക് സ്റ്റാർട്ട് ചെയ്യണത്. സ്റ്റാർട്ടിങ്ങിൽ തന്നെയാണ് പുള്ളി ഉള്ളത്. ഒന്ന് മേടിച്ച് കുടിച്ചു കഴിഞ്ഞാൽ അത് മുതലാണ്. ഇവിടെ മെയിൻലി ഉള്ള ഡ്രസ്സുകൾ, ചെരുപ്പുകൾ, സാധനങ്ങൾ മുഴുവനും ലേഡീസിന് വേണ്ടിയുള്ളതാണ്. അതെന്താ എനിക്ക് അങ്ങനെ അറിയില്ല. ജെൻസിന് ഭയങ്കര കുറവാണ്. ഒരു പക്ഷേ ഇവിടുത്തെ ഷോപ്പിംഗ് ഏറ്റവും കൂടുതൽ ചെയ്യണത് ലേഡീസ് ആയതുകൊണ്ടാവാം. പിന്നെ നിങ്ങൾ വിൻ്ററിനൊക്കെ ഇവിടെ വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് നല്ല ചുള്ളുവിനും ജാക്കറ്റുകളും മറ്റും കിട്ടും. അടിപൊളി ജാക്കറ്റും കാര്യങ്ങളൊക്കെ നമുക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ വാങ്ങിക്കാൻ പറ്റും. അത് നമ്മൾ അടിപൊളി സാധനമൊക്കെ വെറും 300 രൂപ 400 രൂപയ്ക്കൊക്കെ അടിപൊളി സാധനം കിട്ടും വിൻ്ററിനൊക്കെ വന്നു കഴിഞ്ഞാൽ. അല്ലാത്ത സമയത്ത് വന്നു കഴിഞ്ഞാൽ ചെക്കന്മാർക്ക് എന്ത് കിട്ടുമെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. ഒരു പരിപാടി നടക്കണില്ല, ഒരു വീഡിയോ എടുക്കാൻ ഇവിടെ പറ്റണില്ല. എന്ന് വെച്ചാൽ എല്ലാവരും വന്നിട്ട് വിളിച്ചിട്ട് അവരുടെ കാര്യങ്ങൾ ചോദിക്കുക, എന്താ വീഡിയോ, ഏതാ ചാനൽ, എന്തിനാ വീഡിയോ ഉണ്ടാക്കണം, എത്ര വ്യൂസ് ഉണ്ട്, ഇങ്ങനെ അതിൻ്റെ ഇടയ്ക്ക് ഒരുത്തം വന്നിട്ട് എൻ്റെ ട്രൈപോഡും ഫോണൊക്കെ കൊണ്ടുപോയിട്ട് കയ്യിലെടുത്തിട്ട് ഞാൻ വീഡിയോ ചെയ്തിട്ട് തിരിച്ചുകൊണ്ട് തരാമെന്നൊക്കെ പറഞ്ഞ് മേടിക്കുന്നു. കൊടുത്തില്ല. കാര്യം വിശ്വസിക്കാൻ പറ്റൂല. ഇവിടെ ആരെയും വിശ്വസിക്കരുത്. ഫോൺ വേണമെങ്കിൽ മേടിച്ചിട്ട് ഓടിക്കണം. അപ്പോൾ അതുകൊണ്ട് നിങ്ങൾ ആരെയും വിശ്വസിക്കാനായിട്ട് നിൽക്കരുത് ഇവിടെ വരികയാണെങ്കിൽ. കാര്യം ഇവിടെ അങ്ങനെയാണ്. പിന്നെ ഒട്ടും പറ്റാത്തൊരു കാര്യം എന്ന് പറഞ്ഞാൽ ഇത് ഇടയ്ക്ക് വന്നിട്ട് ഇങ്ങനെ സംസാരിക്കുന്നതാണ്. നമുക്ക് ഒന്നും ചെയ്യാൻ സമ്മതിക്കാത്തൊരു. ശരിയായി കറങ്ങാൻ തുടങ്ങിയിട്ട് ഷോപ്പിങ്ങിനെ വന്നേന്ന് പറഞ്ഞു. പക്ഷേ ഇതുവരെ ഒരു സാധനം വാങ്ങിച്ചില്ല. ഇവരുടെ കൂടെ ഞാൻ വന്നത്. ഇവളിങ്ങനെ കറങ്ങിക്കൊണ്ടിരിക്കട്ട് കുറേ നേരമായി. ഇതേക്കണം വേറെ ഒരെണ്ണം. നല്ല ചിരി. ശരിക്കും ഇപ്പോൾ 2 ദിവസം ഇവിടെ കണ്ടിന്യൂസ് മഴയായിരുന്നു. ഇന്നാണ് ഒന്ന് കുറഞ്ഞത്. അപ്പോൾ ഇനിയിപ്പോൾ നാളെയും ഇന്നും ചെറുതായിട്ടൊക്കെ മഴ പെയ്തു. നാളെ എന്താണെന്ന് അറിയില്ല. കുറച്ച് ചൂടിന് അതുകൊണ്ട് കുറച്ച് ആശ്വാസമുണ്ട്. എനിക്ക് ജലന്ധർ എന്ന് പറഞ്ഞിട്ടുണ്ടല്ലോ ഭയങ്കര വലിയൊരു സ്ഥലമാണ്, ഭയങ്കര വലിയൊരു സിറ്റിയാണ്. സ്പോർട്സ് സിറ്റി എന്നാണ് അറിയപ്പെടുന്നത്. മെയിനായിട്ടും സ്പോർട്സ് ഐറ്റംസ് അല്ലെങ്കിൽ സ്പോർട്സ് മെറ്റീരിയൽസ് ഇവിടെ നിന്നാണ് പുറത്തേക്ക് എക്സ്പോർട്ട് ചെയ്യുക എന്നുള്ളത്. ഇവിടെ ഇപ്പം നമ്മളെന്താ ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഐഡിയ ഇല്ല. വെറുതെ ഇവരുടെ കൂടെ ഇറങ്ങിയതാണ്. എന്തായാലും ജലന്ധറിൽ കാണേണ്ട സ്ഥലങ്ങളിൽ ഒന്ന് ജ്യോതി ചൗക്കാന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്.
അതുകൊണ്ട് ഇറങ്ങിയതാണ്. പ്രത്യേകിച്ച് ഇവിടെ കാണിച്ചു തരാനായിട്ട് എല്ലാം ഒരേ ഷോപ്പുകളും ഒരേ തിരക്കും കാര്യങ്ങളും. കുറേ കാര്യങ്ങൾ നിങ്ങൾ അറിയണം, ജ്യോതി ചൗക്കിനെ കുറിച്ച് പറയാമെന്ന് വിചാരിച്ചത്. അപ്പോൾ വിലക്കുറവിൽ സാധനം കിട്ടണം എന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് ഇവിടെ വന്നു കഴിഞ്ഞാൽ ചീപ്പ് സാധനങ്ങൾ അല്ലെങ്കിൽ ചീപ്പ് വിലയ്ക്ക് ചെരുപ്പും കാര്യങ്ങളും ഷൂസും ഒക്കെ ഇവിടെ ലഭിക്കും. ഇത് ഇവിടുത്തെ ഒരു ചൗക്കിൻ്റെ ഉള്ളിൽ തന്നെ ഫുഡ് കിട്ടണം അല്ലെങ്കിൽ നമ്മുടെ സ്ട്രീറ്റ് ഫുഡ് കിട്ടുന്ന സ്ഥലമാണ്. എനിക്ക് ഈ സാധനങ്ങളോടൊന്നും വലിയ താല്പര്യമില്ല കേട്ടോ. ഈ പാനിപൂരി അതൊക്കെയുള്ള എന്താ പേരൊന്നും എനിക്ക് കറക്റ്റായിട്ട് അറിയില്ല. കുറേ സാധനങ്ങളുണ്ട് ഇവിടെ, ലോക്കൽ സാധനങ്ങൾ പഞ്ചാബിലെ. അപ്പോൾ ഇതിൻ്റെ പേരും കാര്യങ്ങളൊന്നും എനിക്ക് അറിയില്ല എല്ലാം പറഞ്ഞു തരാനായിട്ട്. താല്പര്യമുള്ളവരാണെങ്കിൽ ഇവിടെ വന്നൊന്ന് കഴിച്ചു കഴിഞ്ഞാൽ അത്യാവശ്യം വൃത്തി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അങ്ങനെ ദോഷം വരുന്ന രീതിയിലുള്ള പ്രശ്നങ്ങളൊന്നുമില്ല. പിന്നെ ചിലർക്ക് ഇങ്ങനെ റോഡിലൊന്നും വെച്ച് ഉണ്ടാക്കുന്നത് ഇഷ്ടപ്പെടില്ല. അപ്പോൾ അല്ലാത്തവർക്കൊക്കെ വന്ന് ട്രൈ ചെയ്യണമെങ്കിൽ ട്രൈ ചെയ്തോ, നല്ലൊരു സ്പോട്ടാണ്. തേച്ച് കൊടുക്കണം കേട്ടോ. പെട്ടെന്നാണ് ഇങ്ങനെ ഒരാൾ അപ്പുറത്തെ കയ്യിൽ ഒരാൾ ഇപ്പുറത്തെ കയ്യിൽ രണ്ടുപേരായിട്ട് എത്ര പേർക്ക് ഇങ്ങനെ വരച്ചു കൊടുക്കും. അതിൻ്റെ റേറ്റും കാര്യങ്ങളൊന്നും ചോദിച്ചില്ല വിൽക്കുകയും. പക്ഷേ സ്കില്ല് സമ്മതിച്ചു കൊടുത്ത് പറ്റും. ഭയങ്കര സ്കില്ലാട്ടോ ഇവർ വരയ്ക്കണത്. രസമുണ്ടായിരുന്നു കണ്ടുകൊണ്ടിരിക്കാൻ. ആദ്യം ചേച്ചി നോക്കിയപ്പോൾ ചേച്ചി പറഞ്ഞ വീഡിയോ എടുക്കണ്ട, ഞാൻ എടുത്തോന്ന് പറഞ്ഞു. अक्षय कुमार ने पाई है हम ਤੁਹਾਡੀ ਵਾਰੀ आई है और ਲੋਕੀ ਪੰਜ ਲੈ ਗਏ ਤੁਸੀਂ ਕਿੱਥੇ ਰਹਿ ਗਏ ਸਾਡੀ ਸ਼ਰਟ ਦਾ ਕੱਪੜਾ ਚੈੱਕ ਕਰੋ पहले इस्तेमाल करो फिर विश्वास करो एक्सक्यूज मी सर प्लीज कम हियर दिस इज माय शो सेल 250 लुकिंग टचिंग फ्री नोट बार्गेनिंग फिक्स प्राइस शो वीडियो भैया पाएगा सन्नी लियोनल कनेक्टर കോമഡി എന്ന് പറഞ്ഞാൽ ഞാൻ വഴി കൂടെ പോയപ്പോൾ എൻ്റെ അടുത്ത് പിടിച്ചു നിർത്തിയിട്ട് വീഡിയോ എടുക്ക് പാട്ടോടാൻ തുടങ്ങിയിട്ട് നിർത്തണില്ല. അവസാനം ഞാൻ പോകാൻ നേരത്ത് പോകല്ലേ എന്നൊക്കെ പറഞ്ഞ് പിന്നെയും മുഴുവൻ കേൾപ്പിച്ചിരിക്കുന്ന അവസാനം. നിനക്ക് എന്തെങ്കിലും എടുക്കാൻ ഉദ്ദേശമുണ്ടോ? അതെ അതെ. പുറയിൽ ഫോൺ പിടിച്ചോണ്ടിരുന്ന ചേട്ടൻ പുള്ളി ഇപ്പൊ കുറെ കാര്യങ്ങൾ പുള്ളി എൻ്റെ അടുത്ത് നേരെ ആദ്യം വന്നിട്ട് भाई चाह इतनी ठंडी हो गई इन्हें पी नहीं दिया। आ देखो कालू या व्लॉग बना रहा है। हेलो भैया क्या हाल है सबको हेलो भाई लाइक करो फॉलो करो सब्सक्राइब करो जो करना है करो चाह पीनी है तो ठीक है भैया. അപ്പോൾ ഓ വന്നിട്ട് എങ്ങനെയാണ് യൂട്യൂബ് ചാനൽ തുടങ്ങുന്നത്, അതിൻ്റെ കാര്യങ്ങൾ എങ്ങനെയാണ്, പൈസ കിട്ടുന്നുണ്ടോ, എങ്ങനെയാണ് മോണിറ്റൈസേഷൻ ചെയ്യുന്നത്, പുള്ളി 2-3 വീഡിയോ ചെയ്തിട്ട് വ്യൂസൊന്നും വരുന്നില്ല, എങ്ങനെയാണ് വരുന്നത്, വെറും വെകിളി പിടിച്ച ചെറുക്കന്മാരാണ് ഇവിടെ നിൽക്കണമാരെല്ലാം. അത് വന്നു കഴിഞ്ഞാൽ നമുക്ക് മനസ്സിലാവും. പിന്നെ ഇവരവിടെ അങ്ങനെയാണ്, നമ്മൾ പിന്നെ അതിനകത്ത് ആ ഫ്ലോയിൽ അങ്ങ് പോവാം. अज ही ज्योति चौंक खड़े आ देख लो जलंधर का फेमस ज्योति चौंक जिथे सेल लगती है हर एतवार। साडे जस्सी भाई साडे प्रधान जी आ बढ़िया यार चैनल सब्सक्राइब लाइक कमेंट शेयर करो. സമ്മതിക്കൂല, ഒന്നും ചെയ്യാൻ സമ്മതിക്കില്ല. അങ്ങോട്ട് പോയപ്പോഴും ഇത് തന്നെയായിരുന്നു. എന്തൊക്കെയായാലും സ്നേഹമുള്ള ആൾക്കാരാണ്, അതുകൊണ്ട് തന്നെ കുഴപ്പമൊന്നുമില്ല. ഇവരെ പഞ്ചാബികൾ പൊതുവെ എല്ലാവർക്കും സ്നേഹമുള്ള ആൾക്കാരാണ്. പിന്നെ മലയാളികൾ എന്ന് പറയുമ്പോൾ അവർക്ക് കുറച്ചും കൂടെ സ്നേഹം കൂടും. അതെനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട് ഇവിടെ വന്നതിന് ശേഷം. എവിടെ നിന്നാണെന്ന് ചോദിച്ചിട്ട് കേരള എന്ന് പറയുമ്പോൾ അവർക്കൊരു നമ്മളോട് ഒരു പ്രത്യേക ഒരു സ്നേഹം ഉണ്ടെന്ന് എനിക്ക് പലപ്പോഴും തോന്നിയിട്ടുണ്ട്. ഈ ചേട്ടൻ അടുത്ത് പിടിച്ചോണ്ട് വന്നേക്കാണ്. വീഡിയോ എടുത്തിട്ട് പോയാൽ മതി. ടീഷർട്ടും കാര്യങ്ങളൊക്കെ ഉണ്ട്, 150 റുപ്പീസിന് കിട്ടും എന്നാണ് പറഞ്ഞത്. അപ്പോൾ വരുവാണെങ്കിൽ ഇവിടെ നിന്ന് കയറി നോക്കും.
അല്ലെങ്കിൽ അവർ പിടിച്ചോണ്ട് ഒരു നോക്കിപ്പിക്കും. ഇനി അങ്ങോട്ടൊക്കെ തന്നെ ഈ ജ്യോതി ചൗക്കിന് അങ്ങോട്ടും കിടപ്പുണ്ട്. അപ്പോൾ അവിടെയൊക്കെ ഇതണക്ക് ഓരോ ഷോപ്പുകളും കാര്യങ്ങളൊക്കെ ഉണ്ട്. ഈ ഒരു പ്ലേസ് മുഴുവൻ ഇതേപോലെ കുറേ ഉണ്ട് ഷോപ്പുകളും കാര്യങ്ങളും. ഒരു നമ്മുടെ നാട്ടിലെ മാർക്കറ്റ് പോലൊന്നും അല്ല ഇവിടുത്തെ മാർക്കറ്റ്. ഇത് ഭയങ്കര വാസ്റ്റാണ്. നടക്കാനായിട്ടാണെങ്കിൽ കിലോമീറ്ററോളം ഉണ്ടാവും. എന്തായാലും ഒരു 3-4 കിലോമീറ്റർ നടന്നാൽ ഇതെന്തായാലും അതും പോരാന്നാണ് എൻ്റെ ഒരു വിശ്വാസം. കാര്യം അതുപോലെ വാസ്റ്റായിട്ട് കിടക്കുന്ന ഒരു മാർക്കറ്റാണിത്. നമ്മളിവിടെ നിന്നൊന്നും വാങ്ങിയില്ല ഇപ്പോൾ. എന്തായാലും ഇനിയിപ്പോൾ പുറത്തോട്ട് പോവാം. വേറെ എവിടെയെങ്കിലുമൊക്കെ ഒന്ന് കറങ്ങി തിരിച്ച് പോകുമ്പോൾ ഇരുട്ടായി തുടങ്ങി. കാര്യം ഇറങ്ങിയപ്പോൾ തന്നെ ലേറ്റായി, 5:30 തൽക്കാലം ജ്യോതി ചൗക്കിയിൽ നമുക്ക് ബൈ പറയാം. നമുക്ക് അടുത്ത സ്ഥലത്തേക്ക് പോകാം. ഷൂസിൻ്റെ ഏരിയ ഇതിൻ്റെ പുറത്താണ് കേട്ടോ. ഇവിടെയും അതുപോലെ തന്നെ ജ്യോതി ചൗക്കിൻ്റെ അപ്പോൾ പുതിയൊരു സബ്സ്ക്രൈബർ ഇവരെല്ലാം മറ്റവരെല്ലാം സബ്സ്ക്രൈബ് ചെയ്യിപ്പിച്ചിട്ടുണ്ട് കേട്ടോ. പുതിയൊരു സബ്സ്ക്രൈബറെ ഇവിടെ കിട്ടി. നമ്മൾ അങ്ങോട്ട് പറഞ്ഞ് സബ്സ്ക്രൈബ് ചെയ്യിപ്പിക്കേണ്ട, ഇവർ ഇങ്ങോട്ട് ചോദിച്ചിട്ട് പറഞ്ഞ അടിച്ച് മൊബൈലിൽ എടുത്ത് വന്നിട്ട് സബ്സ്ക്രൈബ് ചെയ്തിട്ട് ഇങ്ങോട്ട് പറയും. എന്തിനാണെന്ന് എനിക്ക് ഇപ്പോഴും മനസ്സിലായിട്ടില്ല. സാധാരണ നമ്മൾ അങ്ങോട്ടാണ് പറയാറ് സബ്സ്ക്രൈബ് ചെയ്യുന്നത്. പഞ്ചാബിയുള്ള സ്നേഹമുള്ളവരാട്ടോ, ഭയങ്കര സ്നേഹം അവർക്ക്. ഞാൻ പറയുന്നത് ഷൂസിൻ്റെ സാധനങ്ങൾ, ഷൂസും ചെരുപ്പും കാര്യങ്ങളൊക്കെ ഇതിന് പുറത്ത് ആ സൈഡിലാണ്. ആ സൈഡിൽ ഫുള്ള് ഷൂസിൻ്റെ ഷോപ്പുകളാണ്. എന്തായാലും ഇപ്പോൾ ഷൂസൊന്നും വാങ്ങാൻ പോകില്ല. അപ്പോൾ എനിക്ക് പൊതുവേ ഈ സാധനങ്ങൾ വാങ്ങാത്ത സ്ഥിതിക്ക് അവിടെ ഇങ്ങനെ പോയി നടക്കുന്നതിനെ കുറിച്ച് താല്പര്യമില്ലാത്ത ഒരാളാണ്. അപ്പോൾ അതുകൊണ്ടാണ് അങ്ങോട്ടൊന്നും പോകാത്തത്. അതൊന്നും കാണിച്ചു തരണമെന്ന് തോന്നുന്നില്ല. നിങ്ങൾ വരികയാണെങ്കിൽ ഇങ്ങോട്ടൊക്കെ വന്ന് നോക്കി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സാധനം വാങ്ങാനായിട്ട് വന്നു കഴിഞ്ഞാൽ നിങ്ങൾക്ക് എന്തായാലും ഇഷ്ടപ്പെടും, ഉറപ്പായിട്ടും. ഇത് എല്ലാ സാധനങ്ങളുടെയും ഷൂസിൻ്റെ കാര്യത്തിലാണെങ്കിൽ എല്ലാത്തിൻ്റെയും ഫസ്റ്റ് കോപ്പി സാധനങ്ങൾ ഇവിടെ കിട്ടും. അതും ഭയങ്കര വിലക്കുറവില്ല കേട്ടോ. അടിപൊളി സാധനങ്ങൾ കിട്ടും. ഒരു 600 രൂപ 700 രൂപ കൊടുക്കാമെങ്കിൽ 4000 5000 ഷൂസ് അടിപൊളി സാധനം ഇവിടെ കിട്ടും. കാര്യം ഇത് ജലന്ധർ ലെതറിൻ്റെ കാര്യത്തിലും ഫേമസ് ആണ്, അല്ലെങ്കിൽ പ്രൊഡക്ഷനിൽ ഭയങ്കര മുന്നിൽ നിൽക്കുന്ന ഒരു സിറ്റിയാണ്. അതുകൊണ്ടാണ് ഇവിടെ ഇത്രയും വിലക്കുറവിൽ സാധനങ്ങൾ കിട്ടുന്നത്. അപ്പോൾ അത് വരുമ്പോൾ എന്തായാലും നിങ്ങളത് ഒന്ന് യൂട്ടിലൈസ് ചെയ്യുക. ജ്യോതി ചൗക്ക് വിട്ട് ഇനി എന്തെങ്കിലും വാങ്ങിക്കും എന്ന പ്രതീക്ഷയിൽ നമ്മളിപ്പോൾ ഇവിടുത്തെ പുതിയ സ്റ്റുഡിയോ ഷോറൂമിൻ്റെ ഫ്രണ്ടിൽ എത്തിയേക്കാണ്. അപ്പോൾ ഇത് നേരത്തെ ഇവിടെ ഉണ്ടായിരുന്നത് മോഡൽ ടൗണിൽ, ഇവിടെ പുതിയൊരെണ്ണം ചൗക്കിൻ്റെ അടുത്തായിട്ട് തുടങ്ങിയിട്ടുണ്ട്. തിരക്ക് കേട്ടോ ഇവിടെ. നല്ല തിരക്കാണ്, നല്ല സുഖം പക്ഷേ കേട്ടോ. നല്ല തണുത്ത നല്ല മണവും പെട്ടെന്ന് മറ്റേ ചൗക്കിൽ നിന്ന് ഇത് പ്രീമിയത്തിലേക്ക് കയറിയപ്പോഴത്തേനും ഒരു നല്ലൊരു സുഖം. കൂടെ വന്ന ആൾക്കാരെ കാണുന്നില്ല. കപ്പട്ടെ കണ്ടുപിടിച്ച് കഴിച്ച് ദേ നിൽക്കണം നമ്മുടെ ഹിമേച്ചി. ഡി എടുക്കുമോ ഇവിടുന്ന്? ഇല്ലല്ലോ. എന്തെങ്കിലും ഓഫർ ഉണ്ടോ ഇവിടെ ഇപ്പോൾ ഇത്രയും തിരക്ക് വരാനായിട്ട്? ഓഫർ ഉണ്ട്. പിന്നെ പഞ്ചാബിയൊക്കെ ഉണ്ടല്ലോ, ഷോപ്പ് ഓപ്പൺ ആയി ഒന്ന് കയറി കാണണം. ഇത് ഹിമേച്ചി അല്ലെങ്കിൽ ഹിമ ബിയാർ. സ്റ്റുഡൻറ് കൗൺസിലറിൻ്റെ കാര്യം ഞാൻ പറഞ്ഞില്ലായിരുന്നു, 2 മലയാളി ഉണ്ടെന്ന്. രണ്ടാമത്തെ മലയാളിയാണ്. ഒന്നാമത്തെ മലയാളിയായിരുന്നു. രണ്ടാമത്തെ മലയാളിനെ നമ്മൾ കഴിഞ്ഞ വീഡിയോയിൽ കണ്ടു, കുമ്മൂനെ. ഇതാണ് ഒന്നാമത്തെ ഹിമ ബിയാർ. ഫോൺ വിളിച്ചിട്ട് ഹിമ ബിയാറിനെ കൊടുക്കാൻ പറഞ്ഞാൽ കൊടുക്കും എന്നാണ് ഇവിടെ പറയണത്. അറിയില്ല. ID ഇവരുടെ UID ആണ് 64280. എന്തെങ്കിലും ആവശ്യം ഉണ്ടെങ്കിൽ വിളിച്ച് ചോദിച്ചു. രാത്രിയായി, അല്ലെങ്കിൽ ഇവിടെ ലൈറ്റ് പോയി, സൂര്യൻ അസ്തമിച്ചു. പിന്നെ ഒരു ഗുണമെന്ന് പറഞ്ഞാൽ നമ്മളിപ്പോൾ ലേറ്റായിട്ട് ഇറങ്ങിയാലും 8 മണി ആവാണ്ട് സൂര്യൻ അസ്തമിക്കില്ല എന്നുള്ളതാണ്. എന്നാലും ഇപ്പോൾ 8 മണി കഴിഞ്ഞ് ഇനിയിപ്പോൾ നമുക്ക് ഇവിടെ നിന്നൊന്നും വാങ്ങിച്ചിട്ടില്ല സ്റ്റുഡിയോയിൽ നിന്ന്. നമുക്കിനി അടുത്ത് എങ്ങോട്ടെങ്കിലും പോകാൻ നോക്കാം, മറ്റും നോക്കാം. സ്റ്റുഡിയോയിൽ നിന്ന് ഇറങ്ങി നമ്മളിപ്പോൾ നേരെ കാണ്ടിലേക്ക് വന്നേക്കാണ്, ജലന്ധർ കാണ്ട്. ഇവിടെ 2 മലയാളി ഷോപ്പുണ്ട്, മലയാളി റെസ്റ്റോറൻറ്റ്. എന്നുവെച്ചാൽ അത്യാവശ്യം ലോഗേറ്റിലെ പോലെയല്ല, അത്യാവശ്യം നല്ല കേരള ഫുഡ് കിട്ടും. അപ്പോൾ അത് കഴിക്കാനായിട്ട് ഇത് പോരുന്നു. നല്ല ചൂട് പൊറോട്ടയും നല്ല മൊരിഞ്ഞ പൊറോട്ടയാണ്, നല്ല ചിക്കൻ കറി. എന്തായാലും ഇതിപ്പോൾ കഴിച്ചിട്ട് വരാം. മനസ്സും നിറഞ്ഞു, വയറും നിറഞ്ഞു. അടിപൊളി പൊറോട്ടയും ചിക്കൻ കറിയും കഴിച്ചിട്ട്. അപ്പോൾ ഇത് ശരിക്കും ജലന്ധർ കാണ്ടിലാണുള്ളത്. കാണ്ടിനുള്ളിൽ ചോദിച്ചു കഴിഞ്ഞാൽ ആരും പറഞ്ഞുതരും. 2 കേരള ഹോട്ടലുണ്ട്. ഒന്ന് ഇത് സാൾട്ട് ആൻഡ് പെപ്പർ, പിന്നെ അതിൻ്റെ അപ്പുറത്തായിട്ടും ഒരു ഷോപ്പുണ്ട്. നമ്മളിപ്പോൾ ഇന്ന് കഴിച്ചത് ഈ സാൾട്ട് ആൻഡ് പെപ്പർ എന്ന് പറഞ്ഞ കടയിൽ നിന്നാണ്. ഇതാണ് ഷോപ്പ്. അപ്പോൾ നിങ്ങൾ വരുവാണെങ്കിൽ വന്ന് കഴിച്ചോ. അടിപൊളി ഫുഡാണ് കേട്ടോ, അടിപൊളി ഫുഡാണ്, ഒന്നും പറയില്ല. പിന്നെ കഴിച്ചുകൊണ്ടിരിക്കുന്നതിൻ്റെ ഇടയ്ക്ക് പ്രയാഗ് പിന്നെ അവരുടെ കൂടെയുള്ള റഹ്മാൻ, പിന്നെ ഒരു ഫിലിം, ഇവരൊക്കെ പയ്യെ പരിചയപ്പെടുത്തി തരാം. പ്രയാഗിനെ നിങ്ങൾക്ക് അറിയാമല്ലോ.
രേഖ എന്താ പറയുന്നത്? എന്താ നീയല്ലേ പറഞ്ഞ റോസ്റ്റും ചിക്കൻ പൊറോട്ടയും ചിക്കൻ റോസ്റ്റും പൊറോട്ടയും ആ കഴിച്ചു വന്നു. നല്ല അടിപൊളി സാധനമല്ലേ ഇവിടെ? നീ ഇവിടെ എന്തോ സജസ്റ്റ് ചെയ്യും പിള്ളേർക്ക്? ഇവിടുത്തെ കഴിച്ചിട്ടില്ല, എന്തോ വരുന്നേ ഉള്ളൂ. കഴിക്കട്ടെ, നീയല്ലേ കഴിച്ചോ? പറഞ്ഞാൽ ഇവിടുത്തെ പൊറോട്ടയും ചിക്കൻ കറി അടിപൊളിയാണ്. വന്ന് കഴിച്ചു നോക്കട്ടോ. ഇനിയിപ്പോൾ വേറെ ഒന്നുമില്ല, നേരെ വീട്ടിൽ പോവാണ്. എല്ലാം ഇന്നത്തെ വൈകുന്നേരം ഇറങ്ങിയതാണ്. ജലന്ധറിൽ നിന്ന് ഇറങ്ങി, ചൗക്കിൽ നിന്ന് ഇറങ്ങി, ഫുഡും കഴിച്ചു, ഹാപ്പി. ഇനി വീട്ടിൽ പോവാം, കുറച്ച് പണിയുണ്ട്, പിന്നെ കിടന്നുറങ്ങാം. അപ്പോൾ എന്തായാലും ഈ ഒരു വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടപ്പെട്ടെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യുക, നിങ്ങളുടെ അഭിപ്രായങ്ങളും കാര്യങ്ങളൊക്കെ ഒന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ നിങ്ങൾ ഇതുവരെ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തൊട്ടപ്പുറത്തെ ബെല്ലൈക്കൻ കൂടെ എനേബിൾ ചെയ്തേക്കുക. കൂടുതൽ പഞ്ചാബ് വീഡിയോകൾ ഉടനെ വരുന്നുണ്ട്. എൻ്റെ ഇൻസ്റ്റാഗ്രാം ID താഴെയുണ്ട്. എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ പറയാനുണ്ടെങ്കിൽ മെസ്സേജ് അയയ്ക്കുക. ഓക്കെ, അപ്പോൾ ഇത്രയുള്ള കാഴ്ച ഇന്നത്തെ വീഡിയോ. അപ്പോൾ മറ്റൊരു വീഡിയോ വരുന്നവരെല്ലാവർക്കും ബൈ.